മലയാള ചെറുകഥയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എങ്ങനെയായിരുന്നു എന്നുകൂടി ഒന്ന് അവലോകനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1925 മുതൽ 60 വരെയുള്ള സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ആ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥാ കൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അവരിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് എന്തായിരുന്നു 1925 മുതലുള്ള കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നുകൂടി അറിയാം. 1927 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുകയുണ്ടായി. 1937 തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം, ജീവൽ സാഹിത്യ സമിതിയുടെ ഉദയം, ഇതെല്ലാം നടന്നു. 1944 ജീവൽ സാഹിത്യ സമിതി പുരോഗമന സാഹിത്യ സമിതിയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. 1945 ആയപ്പോൾ എഴുത്തുകാരുടെ പ്രഥമ സഹകരണ സംഘമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയത്ത് രൂപപ്പെട്ടു. കൂടാതെ 1946 ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിക്കപ്പെട്ടു. ഇനി അഖിലേന്ത്യാ തരത്തിലുള്ള മാറ്റം എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ 1920 മുതൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. 1919 റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത പ്രഥമ ഹർത്താൽ നടക്കുകയാണ്. 1930 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവമാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് പറയാനുള്ളത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം, ഓഗസ്റ്റ് വിപ്ലവം എന്നുകൂടി അറിയപ്പെടുന്ന ആ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുകയാണ്. കൂടാതെ ആ ഒരു സമയത്ത് ഗാന്ധിയൻ ആശയങ്ങളുടെ, അതായത് അഹിംസ, സത്യാഗ്രഹം, ഉപവാസം, നിസ്സഹകരണം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുടെ സ്വാധീനം കൂടി വരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ രൂപം കൊള്ളുകയും ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്ത ജിന്നയുടെ ദ്വിരാഷ്ട്രവാദവും അവിടെ എന്തായിട്ട് വരുന്നുണ്ട്, ഒരു സ്വാധീന ശക്തിയായിട്ട് വരുന്നുണ്ട്. കൂടാതെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുണ്ടായ വർഗീയ കലാപങ്ങളെയും എഴുത്തുകാരെ വല്ലാതെ സ്വാധീനിച്ചു. ഇനി അന്താരാഷ്ട്ര സാമൂഹിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഹിറ്റ്ലറുടെ നാസിസവും മുസോളിനിയുടെ ഫാഷിസവും സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ്റെ ഏകാധിപത്യവുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ എഴുത്തുകാരെ സ്വാധീനിച്ചു. രണ്ടാം ലോക മഹായുദ്ധം വളരെയധികം മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഇന്ത്യൻ മനസ്സാക്ഷിയെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ഇനി വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ എത്തുന്നുണ്ട്. 1957 ഏപ്രിൽ 5 ആ ഒരു കാലഘട്ടത്തിൽ വിപ്ലവകരമായിട്ടുള്ള കർഷക ബന്ധു ബില്ല്, വിദ്യാഭ്യാസ നയം, ഭൂപരിഷ്കരണ ബില്ല് തുടങ്ങിയവയൊക്കെ നടത്തപ്പെടുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിമോചന സമരം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഇതര ജനാധിപത്യ കക്ഷികൾ അധികാരത്തിലെത്തുകയും ഉണ്ടായി. അപ്പൊ ഇതൊക്കെയാണ് പ്രത്യക്ഷത്തില് നമ്മൾ കാണുന്ന സാമൂഹിക സ്ഥിതി 1925 മുതൽ 1960 വരെയുള്ള ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെ കൃതികളാണ്, അല്ലെങ്കിൽ ചെറുകഥകളെയാണ് നമ്മൾ മലയാള ചെറുകഥയുടെ രണ്ടാം ഘട്ടത്തില് കാണുക. ഇതില് നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് കാരൂർ നീലകണ്ഠപിള്ളയെയാണ്. കാരൂർ നീലകണ്ഠപിള്ള സർക്കാർ സ്കൂൾ അധ്യാപകനായിട്ടാണ് തൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഇദ്ദേഹം 20-ലേറെ കഥാസമാഹാരങ്ങൾ രചിക്കുന്നുണ്ട്. 1945 അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരം പുറത്തിറങ്ങുന്നത് കാരൂർ കഥകൾ. 1973 ഒടുവിലത്തെ സമാഹാരം പുറത്തിറങ്ങി. അതിൻ്റെ പേരാണ് രഹസ്യം. മൊത്തത്തിൽ 500ഓളം കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതില് വാദ്യാർ കഥകളാണ് ഏറ്റവും പ്രശസ്തം. സാമാന്യ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത.
അദ്ദേഹത്തിന്റെ ആദ്യ കഥ 1932 എഴുതിയ ഭർതൃവാത്സല്യമാണ്. ആദ്യ കഥാസമാഹാരമാണ് കാരൂർ കഥകൾ. ആദ്യ കഥ 1932 ഭർതൃവാത്സല്യം. അതേപോലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ എപ്പോഴും മാനുഷിക ഭാവം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. അദ്ദേഹത്തിന്റെ പ്രധാന കഥാസമാഹാരങ്ങള് മേൽവിലാസം, സ്മാരകം, കൊച്ചനുജത്തി, അസ്ട്രോളജർ, പൂവമ്പഴം, തേക്കുപാട്ട്, മീൻകാരി, ഇരുട്ടിൽ, ഒരു പിടി മണ്ണ്, മരപ്പാവകൾ, ഉതുപ്പാന്റെ കിണർ, ഗൃഹനായിക, കഥയല്ല, മോതിരം എന്നിവയാണ്. അടുത്തത് ഒരു കഥാകാരിയാണ്, ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു ഉദ്ധരണിയോടുകൂടി നമുക്ക് തുടങ്ങാം. വേദന അനുഭവിക്കുന്ന മനുഷ്യാത്മാക്കളോടുള്ള സഹാനുഭൂതിയാണ് എന്നും എന്നെ കലാസൃഷ്ടിക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ലളിതാംബിക അന്തർജനം തന്റെ കഥകളിലൂടെ നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾ മറനീക്കി കാണിച്ചു. പ്രത്യേകിച്ച് അന്തർജനങ്ങളായിട്ടുള്ള നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ തുറന്നു കാണിച്ചു. ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാന കഥാസമാഹാരങ്ങൾ മൂടുപടത്തിൽ, ഇത് 1946 എഴുതപ്പെട്ടത്. കാലത്തിന്റെ ഏടുകൾ 1949, തകർന്ന തലമുറ 1949, കിളിവാതിലിലൂടെ 1950, കൊടുങ്കാറ്റിൽ നിന്ന് 51, കണ്ണീരിന്റെ പുഞ്ചിരി 55, അഗ്നിപുഷ്പങ്ങൾ 60, സത്യത്തിന്റെ സ്വരം 68, വിശ്വരൂപം 71, ധീരേന്ദ്ര മജുംദാറിന്റെ അമ്മ 1973, പവിത്രമോതിരം 79, മാണിക്യൻ, മാറാലകൾ തുടങ്ങിയവയാണ്. അടുത്തത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ കഥകളിൽ നിറഞ്ഞു നിന്നത് പരിഹാസത്തോളം എത്തുന്ന നർമ്മമാണ്. ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം പരിചയക്കാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ കഥകളാണ് അദ്ദേഹം എഴുതിയത്. മധുരമായ അദ്ദേഹത്തിന്റെ രചനാരീതിയും മാനുഷിക ഭാവം നിറഞ്ഞ കഥാപാത്രങ്ങളും അനായാസവും സ്വാഭാവികവുമായ ഭാഷാ പ്രയോഗവും അദ്ദേഹത്തെ കഥാലോകത്തിൽ പ്രിയപ്പെട്ട എഴുത്തുകാരനായി നിലനിർത്തി. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന നാമത്തിലാണ് അറിയപ്പെട്ടത്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ചു. പ്രധാന കൃതികൾ ഭൂമിയുടെ അവകാശികൾ 1977, വിശ്വവിഖ്യാതമായ മൂക്ക് 1954, ജന്മദിനം 1945, ഓർമ്മക്കുറിപ്പ് 1946, വിഡ്ഢികളുടെ സ്വർഗം 1948, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ 1951, പാവപ്പെട്ടവരുടെ വേശ്യ 52, വിശപ്പ് 1954, ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും 1967, ആനപ്പൂട 75, ചിരിക്കുന്ന മരപ്പാവ 75, ശിങ്കിടി മുങ്കൻ 91, യാ ഇലാഹി 97, പൂവമ്പഴം, നീലവെളിച്ചം 64, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങിയവയെല്ലാം ഒട്ടേറെ ചർച്ചകൾക്കും പോലും വിധേയമായിട്ടുള്ള കഥകളാണ്. ഒരുപാട് പഠനങ്ങൾ ബഷീറിന്റെ കഥകളുമായി ബന്ധപ്പെട്ട് വന്നു. ഒട്ടേറെ കഥകൾ മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു. R.E. ആഷറാണ് അദ്ദേഹത്തിന്റെ കഥകൾ വിവർത്തനം ചെയ്തവരിൽ പ്രധാനി. അടുത്ത ഭാഗങ്ങളിലായി മറ്റ് കഥാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.